നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. മിസ്റ്റർ നികേഷ് ഏജ്ഡ് 38 years ഈസ് എംപ്ലോയ്ഡ് ഇൻ നിഗം പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ. മിസ്റ്റർ നികേഷ് ആണ് കേട്ടോ, മിസ്റ്റർ എ എന്നാണ് ഇവിടെ എഴുതിയത്, അവിടെ നിൽക്കട്ടെ, മിസ്റ്റർ നികേഷ് തന്നെയാണ്. ഫോർ ദി അസസ്മെന്റ് ഇയർ ടു 24-25 ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഇൻ ദി മോസ്റ്റ് ഫേവറബിൾ മാനർ. താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മോട് നികേഷിന്റെ എന്താണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ടാക്സ് പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒരു എന്താണ് പ്രൊവിഷൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് നിയമം ലോ വയലേറ്റ് ചെയ്യാതെ ഏറ്റവും മിനിമം ടാക്സ് ലയബിലിറ്റി വരുന്നത് ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നോക്കുക. ഹിസ് ബേസിക് സാലറി ഈസ് 50,000 പെർ മന്ത്. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, HRA ഉണ്ട് 20,000 പെർ മന്ത്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, എത്രയാണ് 15,000 പെർ മന്ത്. ദെൻ ഹി പെയ്ഡ് റെന്റ് ഓഫ് 25,000 പെർ മന്ത് ഫോർ ആൻ അക്കോമഡേഷൻ ഇൻ ഡൽഹി. അയാള് HRA ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ HRAയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അയാൾ താമസിക്കുന്ന ഡൽഹിയിലാണ്. ഡൽഹിയിൽ അയാൾ 25,000 രൂപ ഒരു മാസം വാടക കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മിസ്റ്റർ നികേഷ് ഹാസ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് 2,10,000 ഫോർ ഹൗസിംഗ് ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൗസ് ഇൻ ഡൽഹി. അയാൾ ഡൽഹിയിൽ ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിന് വേണ്ടിയിട്ട് 2,10,000 രൂപ അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട്. ഓക്കെ, ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഈസ് കംപ്ലീറ്റഡ് ഇൻ March 2024 ആൻഡ് ഹിസ് പാരന്റ് ലിവ് ഇൻ ദാറ്റ് ഹൗസ്. അപ്പൊ ആ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2024 മാർച്ച് അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വീട്ടിൽ താമസിക്കുന്നത് അയാളുടെ പേരൻസ് ആണ്. ദെൻ അപ്പൊ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലെ ഇൻഫർമേഷൻ ആണ് നമുക്ക് അതിനകത്ത് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒരു ഏരിയ കണ്ടാൽ അറിയാലോ. പിന്നെ അതർ ഇൻഫർമേഷൻസ് നോക്കുക. കോൺട്രിബ്യൂഷൻ ടു PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് 25,000 രൂപ. അതുപോലെ തന്നെ സെക്ഷൻ 80CC(d) എന്ന് പറഞ്ഞ് നമുക്ക് സെക്ഷൻ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇനി അത് ഏത് സെക്ഷനാണ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെക്ഷൻ 80CC(d) അനുസരിച്ചിട്ട് അയാൾ ഒരു 50,000 രൂപ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. അയാളുടെ ഫാദറിന്റെ പേരിൽ, ഫാദറിന് എത്രയാണ് വയസ്സ്, 65 വയസ്സാണ്. 65 വയസ്സുള്ള ഫാദറിന്റെ പേരിൽ അയാൾ ഒരു പെൻഷൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. 55,000 രൂപയാണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വരുന്നത്. അതുപോലെ തന്നെ അയാൾക്കും അയാളുടെ ഭാര്യയുടെയും പേരിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. എത്രയാണ്, 32,000 ആണ് അത് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് മുകളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള മാനറിൽ, ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിരുന്നു, ഗ്രൂപ്പിൽ ഒരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്തിന്റെ ടാക്സ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, നമുക്ക് 2 ടാക്സ് റൈറ്റുകളാണ് നമുക്ക് ഇന്ന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഓൾഡ് ടാക്സ് റെജീമും ഒന്ന് ന്യൂ ടാക്സ് റെജീം അല്ലെങ്കിൽ ഡിഫാൾട്ട് ടാക്സ് റെജീം എന്ന് പറയും. ന്യൂ ടാക്സ് റെജീമിനെ വിളിക്കുന്ന പേരാണ് ഡിഫാൾട്ട് ടാക്സ് റെജീം എന്ന് പറയുന്നത്. അതായത് പുതിയ ടാക്സ് സമ്പ്രദായം, അതിൽ പഴയ സമ്പ്രദായം. ഓക്കെ, പഴയ സിസ്റ്റം ആണ് എങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പഴയ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിക്കുന്നതെല്ലാം. ഓക്കെ, പുതിയ സിസ്റ്റം അനുസരിച്ച് വരുമ്പോൾ ആ പഴയ സിസ്റ്റത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഓക്കെ, ആ പുതിയ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് എന്താണ്, ഡിഫാൾട്ട് ടാക്സ് റെജീം അല്ലെങ്കിൽ എന്താണ്, ന്യൂ ടാക്സ് റെജീം എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്താണ്, ടാക്സ് കാൽക്കുലേഷൻ അണ്ടർ സെക്ഷൻ 115 BAC എന്ന് പറയും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കാണാം. 115 BAC അനുസരിച്ച് ടാക്സ് ലയബിലിറ്റി കാണാൻ പറയാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ഐറ്റംസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയില് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അതൊന്ന് കാണിക്കാം. ഓക്കെ, ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ട്, അതായത് ന്യൂ ടാക്സ് സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ പറയുന്ന ഐറ്റംസ് നമുക്ക് കിട്ടില്ല. ഓക്കെ, ഏതൊക്കെയാണ്,
സ്പെഷ്യൽ അലവൻസസ്, അതായത് നോക്കൂ, ലീവ് ട്രാവൽ കൺസെഷൻ, ലീവ് ട്രാവൽ അലവൻസ്, HR ഹൗസ് റെന്റ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, റീലൊക്കേഷൻ അലവൻസ്, ഹെൽപ്പർ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അതർ സ്പെഷ്യൽ അലവൻസ്, ഡെയിലി എക്സ്പെൻസസ്. ഇങ്ങനെ ഇത് സാലറിയിലുള്ള ഭാഗമാണിത്. സാലറി എന്നുള്ള ഹെഡിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് എക്സംഷൻ കിട്ടില്ല എന്നാ പറയുന്നത്. ഏത്, നമ്മൾ ഡിഫാൾട്ട് ടാക്സ് റെജീം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? നമ്മോട് പറഞ്ഞത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ആ വ്യക്തിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഇത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓൾഡ് സിസ്റ്റം അനുസരിച്ചിട്ടും ന്യൂ സിസ്റ്റം അനുസരിച്ചിട്ടും പ്രോബ്ലം ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൽ ഏതാണ് ടാക്സ് ലയബിലിറ്റി കുറവുള്ളത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിഫാൾട്ട് ടാക്സ് റെജീം അല്ലെങ്കിൽ ന്യൂ സിസ്റ്റം അനുസരിച്ച് നമ്മളൊന്ന് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓൾഡ് സിസ്റ്റം അനുസരിച്ച് ചെയ്ത് നോക്കാം, അതിന്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. എന്നിട്ട് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ ലോവർ ടാക്സ് ലയബിലിറ്റി വരുന്നത് അത് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ അവിടെ എന്താ പറയുന്നത്, HR അതുപോലെ ഇങ്ങനെയുള്ള അലവൻസസ് ഒന്നും നമുക്ക് ന്യൂ ടാക്സ് റെജീം അനുസരിച്ചിട്ട് എക്സംഷൻ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ HR എത്ര കിട്ടിയിട്ടുണ്ടോ അത്രയും ടാക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ അലവൻസസ് ടു MP, MLAക്ക് MP മാർക്കും കൊടുക്കുന്ന അലവൻസസിന് എന്ത് കിട്ടില്ല, എക്സംഷൻ കിട്ടില്ല. പിന്നെ സാലറിയിൽ എന്താണ്, എന്റർടൈൻമെന്റ് അലവൻസിനും പ്രൊഫഷണൽ ടാക്സും, സാലറിയിൽ 3 ഡിഡക്ഷൻ ഉണ്ട് അല്ലെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. ആ 3 ഡിഡക്ഷനിൽ നമുക്ക് 2 എണ്ണത്തിന് കിട്ടില്ല. 2 ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഏതൊക്കെയാണ്? എന്റർടൈൻമെന്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സും. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഇൻ റെസ്പെക്ട് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി, സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ബോറോഡ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലിന് നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടില്ല. പിന്നെ ടാക്സ് ഓൺ ഹോളിഡേ ഫോർ യൂണിറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ടാക്സ് ഹോളിഡേസ് കിട്ടില്ല. ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്, അതായത് എക്സെപ്റ്റ് ഡിഡക്ഷൻ ഓഫ് സെക്ഷൻ 80CCD, 80JJA ആൻഡ് 80LA. 80CCDയും 80JJAയും അതുപോലെ തന്നെ 80LA ഈ സെക്ഷൻസ് ഒഴികെയുള്ള, അതാകുമ്പോൾ ഞാൻ നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ടോ 80CCD എന്ന് എടുത്ത് പറയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ എടുത്ത് പറയും. അങ്ങനെ ഈ 80 ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സെക്ഷൻ നമുക്ക് എടുത്ത് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സെക്ഷൻ പറയില്ല, നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കുന്ന സെക്ഷൻ ഏതാന്നുള്ളത്. ഓക്കെ, അപ്പൊ 80CCDയും 80JJAയും AAA ആൻഡ് 80LA ഈ 3 സെക്ഷനകത്ത് വരുന്ന ഡിഡക്ഷൻസ് നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ട് സെക്ഷൻ 80C ടു 80U വരെയുള്ളതിൽ ഈ 3 എണ്ണം മാത്രമേ ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഫാമിലി പെൻഷൻ, ഡിഡക്ഷൻ റെസ്പെക്ട് ഫാമിലി പെൻഷൻ അത് കിട്ടില്ല. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏതാണ്? ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സെക്ഷൻ 80CCD അനുസരിച്ചിട്ട് ഉള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. ഡിഫാൾട്ട് ടാക്സ് റെജീം എന്ന് പറയുമ്പോൾ അതിനെന്താണ്? സെക്ഷൻ 115 BAC എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ടേബിൾ വരയ്ക്കുക. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. എമൗണ്ട് കോളം നമ്മുടെ ചോയ്സ് ആണ്. 2 കോളം കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നർ കോളത്തിന് അകത്ത് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ മാത്രം ആ രീതിയിൽ ചെയ്യാം. അത് നമ്മുടെ ചോയ്സ്. ഓക്കെ, നമുക്ക് എങ്ങനെ വൃത്തിയാക്കി ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച്. ഓക്കെ, അപ്പം നോക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതൊക്കെ ഹെഡിൽ ഐറ്റംസ് ഉണ്ട്? സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാലറി, ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി എന്ന് പറഞ്ഞ സാലറി എന്ന ഹെഡിലാണ്. HRA സാലറി എന്നുള്ള ഹെഡിലാണ്. ട്രാൻസ്പോർട്ട് അലവൻസ് ചെയ്തിട്ടില്ല വരിക, അതും സാലറി എന്നുള്ള ഹെഡിലാണ് അല്ലെ. പിന്നെ അതിന് പുറമെ വേറൊരു ഇൻഫർമേഷൻ കാണുന്നത്, ഇൻകം ആയിട്ട് കാണുന്ന ഇൻഫർമേഷൻ ഏതാണ്? അല്ലെങ്കിൽ വേറൊരു ഹെഡ് കാണുന്നത് ഏതാണ്? ഈ മിസ്റ്റർ നികേഷിന് ഒരു വീടുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട് 2,10,000 എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഏത് ഹെഡാണ്? അത് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡാണ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ ആകെ 2 ഹെഡേ വരുന്നുള്ളൂ. ഏതാണ്? ഒന്ന് സാലറി എന്നുള്ള ഹെഡും മറ്റൊന്ന് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡും. ക്ലിയർ? അത് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ.
ഓക്കെ, നമുക്ക് ഇനി ചെയ്യാം. അപ്പം സാലറി എന്നുള്ള ഹെഡില് നമ്മൾ ഫസ്റ്റ് ഹെഡ് സാലറി. ഓക്കെ, ഒന്നാമത്തെ ഹെഡ് സാലറി. അതിൽ ഏറ്റവും ആദ്യം ബേസിക് സാലറി എഴുതണം. ബേസിക് സാലറി എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ 50,000 രൂപയാണ് അയാളുടെ ബേസിക് സാലറി പെർ മന്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? 50,000 ഇൻറ്റു എന്ത് ചെയ്യണം? 12 ചെയ്യണം അല്ലെ. 50,000 ഇൻറ്റു 12. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 50,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 6 ലക്ഷം രൂപ വരും അല്ലെ. 6 ലാക്ക്. 6 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത് അല്ലെ. 6 ലാക്ക്. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസ് നമുക്കറിയാം, അത് ഇനി ന്യൂ ടാക്സ് റെജീം ആയാലും ഓൾഡ് ടാക്സ് റെജീം ആയാലും നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസസിൽ വരുന്നതാണ് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ സ്കോപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക് ടാക്സ് ചെയ്യിക്കാം. എത്രയാണ് വരുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ്? 15,000 പെർ മന്ത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. എന്തുകൊണ്ട്? എന്തിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യാം? ഇൻറ്റു ഒരു വർഷത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 15,000 ഇൻറ്റു 12. അപ്പൊ ട്രാൻസ്പോർട്ട് അലവൻസ് എത്ര വരുന്നത്? 1,80,000 വരും. 1,80,000. 1,80,000. 1,80,000 ആണ് ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നത്. $1,80,000. ഓക്കെ, പിന്നെ HRA റിസീവ്ഡ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം സെക്ഷൻ 115 BAC പ്രകാരം അല്ലെങ്കിൽ ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ട് സാലറിയിൽ നമുക്ക് HRAക്ക് എന്ത് കിട്ടും? എക്സംഷൻ ക്ലെയിം ചെയ്യാം അല്ലെ. സാധാരണ നിയമം അനുസരിച്ചിട്ട് സാലറിയിൽ HRA പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് ആണ്. അതായത് എക്സംഷൻ ഉണ്ട്. എന്താണ് എക്സംഷൻ? സെക്ഷൻ 10(13)A ആണ് കേട്ടോ, ഓർമ്മ ഉണ്ടാവണം. സെക്ഷൻ 10(13)A അനുസരിച്ചിട്ട് നമുക്ക് അതിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആ നിയമം ഓർമ്മയുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താ നിയമം? അതായത് ആക്ച്വൽ HRA റിസീവ്ഡ്, അതിൽ നിന്നും ലെസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ആ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് MAF മാക്സിമം ആക്ച്വൽ ഫോർമുല അല്ലെ. മാക്സിമം എത്രയാണ്? മാക്സിമം 15% ഓർ 14% ഓഫ് സാലറി. 15% എപ്പോഴും എടുക്കുക? അയാൾ താമസിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെങ്കിൽ. അല്ലെങ്കിൽ എടുക്കുക 40% ആയിരിക്കും. പിന്നെ എന്താണ്? ആക്ച്വൽ HRA, ദെൻ എഫ് എന്താണ്? റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി അല്ലെ. ദെൻ അവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് പേ പ്ലസ് DA പാർട്ട് ഓഫ് പേ പ്ലസ് കമ്മീഷൻ. അതിന്റെ മുകളിലാണ് നമ്മൾ ആ പെർസെന്റേജ് ചെയ്യുക. ഓക്കെ, അതാണ് നോർമൽ പ്രൊവിഷൻ HRAയുടെ. പക്ഷേ ഇത് സെക്ഷൻ 115BAC പ്രകാരമാണ് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. 115BAC പ്രകാരം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ HRAക്ക് എന്ത് കിട്ടില്ല? HRAക്ക് എക്സംഷൻ കിട്ടില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് അവിടെ കണ്ടു നമ്മൾ. ലിസ്റ്റ് ഓഫ് കോമൺ എക്സ്പെൻസ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് നോട്ട് അലൗഡ് അണ്ടർ ഡിഫാൾട്ട് ടാക്സ് റെജീം. ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ട് ഇതിനകത്ത് പറയുന്ന ഈ 16 ഐറ്റംസ് നമുക്ക് ലഭിക്കില്ല എന്നാ പറയുന്നത്. സോ അതിനകത്ത് നിങ്ങൾ കണ്ടു HRA. അപ്പൊ ഈ HRA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ എക്സംഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എത്രയാണ് HRA വന്നിട്ടുള്ളത് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ HRA വന്നിട്ടുള്ളത് 20,000 രൂപയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 20,000 ഇൻറ്റു 12 ഫുൾ എമൗണ്ട് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അപ്പൊ 20,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 2,40,000 വരും അല്ലെ. 2,40,000 അല്ലേ വരുന്നത്? 2,40,000 വരും. 2,40,000. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ 3 ഐറ്റംസ് നമുക്ക് സാലറി എന്നുള്ള ഹെഡിൽ വരുന്നുള്ളൂ. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നതാ ഹി പെയ്ഡ് റെന്റ് ഓഫ് 25,000 പെർ മന്ത് ഫോർ ആൻ അക്കോമഡേഷൻ ഇൻ ഡൽഹി അല്ലെ. അപ്പോൾ ഇത് സാലറി എന്നുള്ള ഹെഡിൽ വരുന്നതല്ലേ തോന്നും. സാലറിന്റെ ഹെഡിൽ വരുന്നത് തന്നെയാണ്.
പക്ഷെ അത് പേയ്മെന്റ് ആണ്, അത് ഇൻകം ആണോ? ഇൻകം അല്ല, പേയ്മെന്റ് ആണ്. ആ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്തിനാ തന്നത്? അത് നമ്മൾ നോർമൽ ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് ടാക്സബിൾ എച്ച് ആർ എ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ ഡിഫാൾട്ട് ടാക്സ് റെജീം അല്ലെങ്കിൽ സെക്ഷൻ 115 BAC അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ട്? 115 BACയിൽ എച്ച് ആർ എ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട, നോർമൽ പ്രൊവിഷൻസിന്റെ ആ ഒരു ഏരിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ആ ഡൗട്ട്, അങ്ങനെ ഡൗട്ട് ഉണ്ടാവരുത് ആർക്കും വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ഞാനത് ഇന്നർ കോളത്തേക്ക് മാറ്റാണ്. യെസ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിനെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്നത് എത്രയാണ്? ഗ്രോസ് സാലറി വരുന്നത് 10,20,000 ആണ് നമുക്കിവിടെ ഗ്രോസ് സാലറി വരുന്നത് കേട്ടോ. 10,20,000. ക്ലിയർ? 10,20,000 ആണ് ഗ്രോസ് സാലറി വന്നിട്ടുള്ളത്. ഇനി ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് നമുക്ക് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാം. അപ്പോഴാണ് ഇൻകം ഫ്രം സാലറി ആവുക. ഓക്കെ, നമുക്കറിയാം സെക്ഷൻ 115 BAC അനുസരിച്ചിട്ട് സാലറിയിൽ നമുക്ക് ആകെ അവൈലബിൾ ആകുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ്. അല്ലാതെ പ്രൊഫഷണൽ ടാക്സും എന്റർടൈൻമെന്റ് അലവൻസും സെക്ഷൻ 115 BAC അനുസരിച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പ്രോബ്ലത്തിൽ പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനോ എന്റർടൈൻമെന്റ് അലവൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനോ തന്നിട്ടില്ല. അത് വേറെ കാര്യം. ഞാൻ ഭാവിയിലേക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിന്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാം അല്ലെ? അതിന്റെ നിയമം തന്നെ എന്താണ്? അത് ക്വസ്റ്റ്യനിൽ തരില്ല. അത് തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഗ്രോസ് സാലറി ഇവിടെ എത്രയുണ്ട്? 10,20,000 രൂപ നമുക്ക് ഗ്രോസ് സാലറി ഉണ്ട്. ക്ലിയർ? ഈ 10,20,000 നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഈ 10,20,000 നിന്നും നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിയമം? ഗ്രോസ് സാലറി അല്ലെങ്കിൽ 15,000 50,000 രൂപ, വിച്ച് എവർ ഈസ് ലോവർ അല്ലെ? അപ്പൊ ഇവിടെ 50,000 രൂപ അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് എത്രയാണ്? 10,20,000. 10,20,000 50,000 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിലെ ചെറിയ വാല്യൂ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ചെറിയ വാല്യൂ ഏതാണ്? 50,000 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് 50,000 എന്താക്കാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് മൈനസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ 15,000 നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഇവിടെ മൈനസ് ചെയ്യാം. അപ്പൊ അങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് വരുന്നത് എത്രയാണ്? മൈനസ് ചെയ്യുമ്പോൾ വരുന്നത് എത്രയാണ്? 10,20,000 നിന്നും 50,000 മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്ന ആൻസർ അതാണ് നമ്മുടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ഫ്രം സാലറി വരുന്നത് 9,70,000 ആണ് വരുന്നത്. 9,70,000 അല്ലെ? അപ്പൊ ഇൻകം ഫ്രം സാലറി എന്ന് വരുന്നത് എത്രയാണ്? 9,70,000 ആണ്. ക്ലിയർ? 9,70,000. അപ്പൊ ഒന്നാമത്തെ ഹെഡ് നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ ഹെഡിനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഹെഡിൽ നമുക്ക് ഇൻകം ഉണ്ട് എന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല അല്ലെ? കാരണം ഇൻകം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വീട് അയാള് വാടകയ്ക്ക് നൽകണം അല്ലെ? ലെറ്റ് ഔട്ട് ചെയ്യണം. ലെറ്റ് ഔട്ട് ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്നല്ലേ നമുക്ക് ഇൻകം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ലെറ്റ് ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല. നോക്കി, മിസ്റ്റർ നിഗസ് ഹാസ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് 2,10,000 ഫോർ ഹൗസിംഗ് ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹിസ് ഹൗസ് ഇൻ ഡൽഹി. അയാൾക്ക് വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അയാൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിന് അയാൾ 2,10,000 രൂപ ഇൻട്രസ്റ്റ് നൽകി അല്ലെ? ആ വീട് അയാൾ മാർച്ച് 2024 അതിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു. ആ വീട്ടിൽ അയാളുടെ പാരന്റ്സ് താമസിക്കുന്നു. സോ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടൊന്നും ഇല്ല. വാടകയ്ക്ക് കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അതിൽ നിന്നൊരു ആനുവൽ വാല്യൂ, ഒരു ഇൻകം ഉണ്ടാവുക അല്ലെ?
അപ്പോൾ ഇൻകം അതിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ നമുക്ക് ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ലോസ് അതിനകത്ത് അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് അതിന് ആ വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ? സെക്ഷൻ 224B അനുസരിച്ചിട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പിന്നെ എന്താണ് ബോറോഡ് ക്യാപിറ്റലിന് മുകളിലുള്ള ഇൻട്രസ്റ്റിനും അല്ലെ, അതായത് കറണ്ട് ഇയർ ഇൻട്രസ്റ്റിനും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, നോർമൽ പ്രൊവിഷൻസ് സാധാരണ നിയമം അനുസരിച്ചിട്ട്. പക്ഷേ എന്താണ് 115BAC അനുസരിച്ച് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ നോക്കിയതാണ് അല്ലെ, 115BAC അനുസരിച്ച് ചെയ്യുമ്പോൾ എവിടെയാണ് ആ ഭാഗം പറഞ്ഞത്? ഇവിടെ നമ്മൾ കണ്ടല്ലോ 115B ഇതാ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഇൻ റെസ്പെക്ട് ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. അതായത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലിന് എന്ത് കിട്ടില്ല? നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഏത് ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ 115BAC അനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻകം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഹെഡ് ഇവിടെ ഉണ്ട്. ആ ഹെഡ് ഉള്ളത് കൊണ്ട് നമ്മൾ എഴുതിയിട്ട് നില്ലെന്ന് എഴുതാം. ഓക്കെ, എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. ഏത് സെക്ഷൻ അനുസരിച്ചിട്ട്? സെക്ഷൻ 115BAC അനുസരിച്ചിട്ട്. നമ്മൾ നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് നമുക്ക് മാക്സിമം 2 lakh വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, അതായത് സാധാരണ പ്രൊവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓൾഡ് പ്രൊവിഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും ചെയ്യാനുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് ഓർമ്മയിൽ വേണം. ഓക്കെ, ഒരു ഭാഗത്ത് ചെയ്യും, ഒരു ഭാഗത്ത് ചെയ്യില്ല. ക്ലിയർ? അപ്പോൾ 2 ഹെഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര തന്നെയാണ്? 9,70,70,000 തന്നെയാണ്. കാരണം എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ആ വ്യക്തിക്ക് ഇൻകം ഇല്ല. ഓക്കെ, 9,70,000. ക്ലിയർ? ഇനി ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് നമുക്ക് എന്താക്കണം? ടോട്ടൽ ഇൻകം ആക്കി മാറ്റണം. എപ്പോഴാണ് ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം ആയിട്ട് മാറുക? എപ്പോഴാണ് മാറുക? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ 115BAC അനുസരിച്ചിട്ട് നമുക്ക് 3 ഡിഡക്ഷൻസ് മാത്രമേ ഏത് കിട്ടുള്ളൂ? 3 ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് 3 ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് നമുക്ക് നോക്കാം, കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A എക്സെപ്റ്റ്, അതായത് ചാപ്റ്റർ 6Aയിലുള്ള ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഏത് 115BAC അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷെ ഏത് ഒഴികെ? 80CCD സബ്സെക്ഷൻ 2, 80JJAA ആൻഡ് 80LA. അപ്പൊ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആ സെക്ഷൻ തന്നെ വെച്ച് നമുക്ക് തരും. ഓക്കെ, ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ? നോക്കുക, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം റെഫേർഡ് ടു ഇൻ സെക്ഷൻ 80CCD എന്നുണ്ട്. CCD ഉണ്ട്, പക്ഷെ 80CCD സബ്സെക്ഷൻ 2 ആവണം അല്ലെ? അതല്ലേ നിങ്ങൾ കണ്ടു നോക്കുക, 80CCD സബ്സെക്ഷൻ 2. അപ്പൊ 80CCD സബ്സെക്ഷൻ 2 അല്ല ഇത്. അപ്പൊ 80CCD കാണുമ്പോൾ നമ്മൾ ചാടി കയറി ചെയ്യണ്ട. ഓക്കെ, ഈ ആ ബ്രാക്കറ്റിന്റെ അകത്തുള്ള 2 ഉണ്ടോ കൂടി നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഡക്ഷനും ഈ ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വേണ്ട. ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നിൽ എന്നിട്ട് ചാപ്റ്റർ 6A ഡിഡക്ഷൻ നമുക്ക് ഇല്ല. യഥാർത്ഥ ക്വസ്റ്റ്യനകത്ത് ചാപ്റ്റർ 6Aയിൽ വരുന്ന 3 ഡിഡക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സെക്ഷൻസ് നോക്കാം നമുക്ക് അല്ലെ. ഒന്ന് 80CCD ഉണ്ട്. ദെൻ പേയ്മെന്റ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഫോർ ഫാദർ എന്ന് പറയുന്നതാണ് 80D ആണ് അല്ലെ. പേയ്മെന്റ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഫോർ സെൽഫ് ആൻഡ് സ്പൗസ്, അതും ഏതന്നെയാണ്? 80D ആണ്. അപ്പൊ 80CCD ഉണ്ട്, 80D ഉണ്ട്. ദെൻ കോൺട്രിബ്യൂഷൻ ടു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഏതാണ്? 80C ആണ്. അപ്പൊ 80C ഉണ്ട്, 80CCD ഉണ്ട്, 80D ഉണ്ട്. 3 80 ഡിഡക്ഷൻസിൽ വരുന്ന 3 സെക്ഷൻസിൽ വരുന്ന ഡിഡക്ഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്നത് ഏത് പ്രൊവിഷൻ അനുസരിച്ചാണ്?
സെക്ഷൻ 115 BAC അനുസരിച്ചിട്ടാണ്. 115 BAC അനുസരിച്ച് ചെയ്യുമ്പോൾ 80-ലെ ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 80CCD സബ്സെക്ഷൻ 2, 80 ഏതായിരുന്നു 80JJAA ആൻഡ് 80LAക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ, അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. സോ നമ്മുടെ ടോട്ടൽ ഇൻകം എത്ര തന്നെയാണ്? സെയിം 9,70,000, 9,70,000 രൂപ തന്നെയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ? 9,70,000. അപ്പൊ ഇതാണ് ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലാണ് ആ വ്യക്തി എത്ര രൂപ ടാക്സ് ചെയ്യണമെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പം ഇത്രയാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ആ വ്യക്തിയുടെ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി നമുക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എത്രയാണ് എന്ത് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അല്ലെ. സ്ലാബ് റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുക അല്ലെ. അപ്പം നമ്മുടെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 115 BAC അനുസരിച്ചിട്ടുള്ള നമ്മുടെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി സ്ക്രീൻ കാണിക്കുകയാണ് കേട്ടോ. ഇതിനൊന്നും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, 115 BAC അനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ ടാക്സ് റേറ്റ്? ഇതാ നോക്കൂ, ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ വരെ ടാക്സ് ചെയ്യണ്ട. ഓക്കെ, 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം വരികയാണെങ്കിൽ 3 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 5% രൂപ ടാക്സ് ചെയ്യണം. 6 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിലുള്ള ഇൻകത്തിന് 10% ടാക്സ് ചെയ്യണം. 9 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 15% ടാക്സ് ചെയ്യണം. 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 20% ടാക്സ് ചെയ്യണം. 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% ടാക്സ് ചെയ്യണം എന്നാണ് നമ്മുടെ ഡിഫാൾട്ട് ടാക്സ് റെജീം അല്ലെങ്കിൽ സെക്ഷൻ 115 BAC അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ന്യൂ ടാക്സ് സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ന്യൂ ടാക്സ് സിസ്റ്റം അനുസരിച്ചിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ന്യൂ ടാക്സ് സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഡിഫാൾട്ട് ഓൾഡ് ടാക്സ് സിസ്റ്റം അനുസരിച്ചിട്ട് റിബേറ്റ് എത്രയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 12,500 ആണ്. അതായത് 5 ലക്ഷം രൂപ വരെ ടോട്ടൽ ഇൻകം ഉള്ള ഒരു വ്യക്തി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 12,500 രൂപ വരെ അയാൾക്ക് ടാക്സിൽ നിന്ന് ഇളവ് കിട്ടും. അതുപോലെ 115 BAC അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന റിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ വരെ ആ വ്യക്തി ടാക്സ് ചെയ്യണ്ട. ഓക്കെ, 7 ലക്ഷം വരെ ഉള്ള ഇൻകം 7 ലക്ഷം വരെയാണ് ആ വ്യക്തിക്ക് ഇൻകം ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അയാൾ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് 115 BAC അനുസരിച്ചിട്ട് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് 25,000 രൂപ വരെ എന്ത് കിട്ടും? റിബേറ്റ് ക്ലെയിം ചെയ്യാം. മാക്സിമം 25,000 രൂപ വരെ അയാൾക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി ചിലപ്പോ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം ഒരു 7,50,000, 7,25,000 ആ റേഞ്ചിൽ ചെറിയൊരു എമൗണ്ടേ വർദ്ധിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് 7 ലക്ഷത്തിന് മുകളിലേക്ക് കടന്നു എന്നുള്ള കാരണം കൊണ്ട് അയാൾ ഹ്യൂജ് റേറ്റ് ടാക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അയാൾക്ക് ഒരു ചെറിയൊരു ഇളവ് നൽകുന്നുണ്ട്. അതായത് ഒരു 10,000 രൂപ വരെ അയാൾക്ക് എന്ത് ചെയ്യാം? ടാക്സ് ബർഡനിൽ നിന്ന് അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കി, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരു 7 ലക്ഷത്തി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അതായത് നോക്കൂ, ഇവിടെ 7,10,000 രൂപ ഒരു വ്യക്തിക്ക് എന്ത് വന്നു? ഇൻകം ഉണ്ടായി. അപ്പോൾ അയാൾ ടാക്സ് അടയ്ക്കേണ്ടത് എത്രയാണ്? 26,000 രൂപ അയാൾ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. ക്ലിയർ? നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് 25,000 രൂപ വരെ നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. അതായത് 7 ലക്ഷം രൂപ വരെ മാത്രം ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? 25,000 രൂപ വരെ റിബേറ്റ് ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവിടെ 10,000 രൂപ അധികം വന്നതുകൊണ്ട് ആ റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഓക്കെ, അപ്പം 10,000 രൂപ അധികം വന്നതുകൊണ്ട് ആ വ്യക്തിക്ക് 26,000 രൂപ ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ക്ലിയർ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് നമുക്ക് ഒരു ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് നമുക്കൊരു ഇളവ് ലഭിക്കുകയാണ്. ആ ഇളവ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അധികം വന്നിട്ടുള്ള 10,000 രൂപ 26,000 നിന്ന് മൈനസ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് അതായത് 16,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്താൽ മതി? ടാക്സ് അടിച്ചാൽ മതി. ഓക്കെ,
അതായത് ടാക്സ് ഓൺലി 10,000 രൂപ മാത്രം അയാൾ ടാക്സ് അടച്ചാൽ മതി. 16,000 രൂപ മാത്രം അയാൾ ടാക്സ് അടച്ചാൽ മതി. ക്ലിയർ? അതായത് അത് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ? പിന്നെ ഒരു 7 ലക്ഷത്തിന് മുകളിൽ ചെറിയൊരു എമൗണ്ട് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്താം. അപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഈ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 9,70,70,000 രൂപയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ ടാക്സബിൾ എമൗണ്ട് എത്രയാണ് കണ്ടുപിടിക്കാം. 9,70,70,000 എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് റിബേറ്റ് കിട്ടുമോ? കിട്ടില്ല. കാരണം എന്താണ്? ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിന് മുകളിലേക്ക് പോയി. 7 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ട് ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അതുമല്ല. ഇത് 9,70,70,000 രൂപയായി ഈ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് റിബേറ്റ് ഒന്നും ഈ സെക്ഷൻ 115 BAC അനുസരിച്ചിട്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കുക. 9,70,70,000 രൂപയാണ് അയാളുടെ ഇൻകം വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ലക്ഷത്തിന് എന്താണ് നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ടാക്സ് ഒന്നും ചെയ്യേണ്ട. അതായത് അത് അയാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നാ പറയാ അല്ലെ. ഒരു വ്യക്തി ടാക്സ് ചെയ്യേണ്ടാത്ത ഇൻകം ലെവലിനെ വിളിക്കുന്ന പേരാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ആണ് ആദ്യത്തെ 3 ലക്ഷം. അത് ടാക്സ് ഒന്നും വരുന്നില്ല. സോ നമുക്ക് അവിടെ നില്ലെന്നിടാം. പിന്നെ അടുത്ത 3 ലക്ഷം, അതായത് 3 ലക്ഷം ടു 6 ലക്ഷം വരെ 5% എന്നാ പറയുന്നത്. 3 ലക്ഷം ടു 6 ലക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? അത് എത്രയാണ് എമൗണ്ട്? 3 ലാക്ക് അല്ലേ ആ ഡിഫറൻസ്. അപ്പൊ അടുത്ത 3 ലക്ഷത്തിന് അവര് ടാക്സ് അടയ്ക്കേണ്ടത് എത്ര ശതമാനമാണ്? അടുത്ത 3 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് 5%. ഓക്കെ, അപ്പൊ അടുത്ത 3 ലക്ഷത്തിന്റെ 5% നമുക്ക് ടാക്സ് അടയ്ക്കണം. 3 ലക്ഷത്തിന്റെ അടുത്ത 3 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ എത്രയാ? 15,000 ആയിരിക്കും വരിക അല്ലെ. 15,000. അടുത്ത 3 ലക്ഷത്തിന് 5%, വിച്ച് മീൻസ് 15,000 ടാക്സ് അടയ്ക്കണം. ക്ലിയർ? ഇനി നമ്മുടെ ഇൻകം കഴിഞ്ഞോ? ഇല്ല. ഇവിടെ എത്തിയപ്പോൾ എത്ര ആയിട്ടുള്ളൂ? 6 ലക്ഷം ആയിട്ടുള്ളൂ അല്ലെ. നമ്മൾ ടാക്സ് ചെയ്യാൻ വേണ്ടി പരിഗണിച്ചത് ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 6 ലക്ഷമായിട്ട് ആയിട്ടുള്ളൂ. എത്രയുണ്ട് നമ്മുടെ ഇൻകം? 9,70,70,000 ഉണ്ട്. 6 ലക്ഷത്തിൽ 3 ലക്ഷം ടാക്സ് ചെയ്യണ്ട. ദെൻ പിന്നീടുള്ള 3 ലക്ഷം നമ്മൾ 5% ടാക്സ് ചെയ്തു. ഇനി ബാക്കി എത്രയുണ്ട്? 3,70,70,000 ഉണ്ട്. അപ്പൊ അത് അടുത്ത സ്ലാബാണ്. അടുത്ത സ്ലാബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ടിന് എത്ര ടാക്സ് ചെയ്യണം? 10% ടാക്സ് ചെയ്യണം. ക്ലിയർ? 6 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? അതും സെയിം. ആ ഡിഫറൻസ് എത്രയാണ്? 3 ലക്ഷം തന്നെയാണ് അല്ലെ. ഡിഫറൻസ് 3 ലക്ഷമാണ്. ആ 3 ലക്ഷത്തിന്റെ മുകളിൽ എത്ര ശതമാനം ടാക്സ് ചെയ്യേണ്ടത്? 10%, 10%. എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 30,000 രൂപ. ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ സ്ലാബ് മൂന്നാമത്തെ സ്ലാബിലേക്ക് എത്തിയപ്പോൾ എത്ര ഇൻകം കഴിഞ്ഞു? 9 ലക്ഷം കഴിഞ്ഞു അല്ലെ. അയാളുടെ ഇൻകം 9,70,70,000 ആണ്. അതിൽ മൂന്നാമത്തെ സ്ലാബിലേക്ക് എത്തിയപ്പോൾ 9 ലക്ഷം കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി 70,000 രൂപയേ ഉള്ളൂ. അടുത്ത സ്ലാബ് എന്ന് പറഞ്ഞ എത്രയാണ്? അടുത്ത സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ലക്ഷം ടു 9 ലാക്ക് ടു എത്രയാണ്? 12 ലാക്ക് ആണ്. എല്ലാം സ്ലാബ് വരുന്നത് സെയിം ഡിഫറൻസിലാണ്. അതായത് 3 ലക്ഷം 3 ലക്ഷം രീതിയിലാണ് ആ സ്ലാബ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 9 ലാക്ക് ടു 12 ലാക്ക് വരെ ടാക്സ് ചെയ്യേണ്ട എത്രയാണ്? 15%. 9 ലാക്ക് ടു 12 ലാക്ക് വരെ ടാക്സ് 9 ലാക്ക് ടു 12 ലാക്ക് വരെ ആ വ്യക്തിക്ക് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ ടാക്സ് ചെയ്യേണ്ട എത്രയാണ്? 15%. പക്ഷെ 9 ലാക്ക് ടു 12 ലാക്ക് ഇൻകം ഉണ്ടോ ആ വ്യക്തിക്ക്? ഇല്ല. 12 ലക്ഷം വരെ ഇല്ല. എത്രയേ ഉള്ളൂ? 9,70,70,000 ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര എടുക്കേണ്ടത്? 9 ലക്ഷം വരെ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. 9 ലക്ഷം വരെയുള്ള ടാക്സ് നമ്മൾ കണ്ടെത്തി അല്ലെ. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 70,000 ഉള്ളൂ. ആ 70,000 എന്ത് ചെയ്യാം? 9 ലാക്ക് ടു 12 ലാക്ക് എത്രയാണ്? 15%. പക്ഷെ 9 ലാക്ക് ടു 12 ലാക്ക് വരെയുള്ള ഇൻകം ഇല്ല. 9 ലാക്ക് ടു 9,70,000 വരെയുള്ള ഇൻകം ഉള്ളൂ. ആ ഉള്ള ഇൻകത്തിനെ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 15% തന്നെയാണ്. അവിടുത്തെ സ്ലാബ് എത്രയാണ്? 15 ആണ്. അതായത് 70,000 മുകളിൽ 15% കാണാം. ഓക്കെ, അപ്പോൾ 70,000 മുകളിൽ 15% എത്രയാണ് നോക്കി? 70,000. 70,000 15%. എത്രയാ? 10,500 അല്ലെ. 70,000 15% എന്ന് പറയുന്നത് 10,500. ക്ലിയർ? അപ്പോൾ അതിന്റെ ടോട്ടൽ ടാക്സ് വരുന്നത് എത്രയാണ്? ടോട്ടൽ ടാക്സ് വരുന്നത്
10,500 പ്ലസ് 30,000 പ്ലസ് 15,000. യെസ്, 55,500 ആണ് വരുന്നത്. ഓക്കെ, 55,500. 55,500 ആയാൽ അയാളുടെ ടാക്സ് ലയബിലിറ്റി ആയോ? ആയിട്ടില്ല. അതിന് മുകളിൽ എന്ത് കാണണം? വീണ്ടും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് 4% ആഡ് ചെയ്യണം. അത് നമുക്ക് ഡിഫാൾട്ട് ടാക്സ് റെജീം ആയാലും ന്യൂ ടാക്സ് നോർമൽ ടാക്സ് റെജീം ആയാലും 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് എന്തിന്റെ മുകളിലാണെന്നുള്ളതാണ്. അത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. കുട്ടികൾ ഈ 4% എന്തിന്റെ മുകളിൽ കാണും? നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 9,70,70,000 മുകളിൽ കാണും. ഓക്കെ, ഈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമ്മൾ കാണുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ടാക്സിന്റെ മുകളിലാണ്. ടാക്സ് ഓൺ ടാക്സ് ആണ് എന്ത് ഈ സെസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് 55,500 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ടാക്സ് കണ്ടെത്തിയില്ലേ, ആ എമൗണ്ടിന്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് 4% കാണേണ്ടത്. പൊതുവെ ചില കുട്ടികൾ ടാക്സ് ഡിഗ്രിക്ക് പഠിക്കാത്ത കുട്ടികൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഡിഗ്രിക്ക് പഠിച്ചവർക്ക് ഇത് അറിയാം. ഓക്കെ, അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്നത് നേരെ ഈ ടോട്ടൽ ടാക്സ് കാണല്ലേ, അപ്പൊ എപ്പോഴും ഇൻകത്തിന്റെ മുകളിലല്ലേ കാണേണ്ടത് എന്ന് വിചാരിച്ചിട്ട് 9,70,000 മുകളിൽ 4% കാണും. അത് തെറ്റാണ്. കാണേണ്ടത് കണ്ടെത്തി വെച്ചിട്ടുള്ള സ്ലാബ് റേറ്റ് അനുസരിച്ച് കണ്ടെത്തി വെച്ചിട്ടുള്ള ടാക്സിന്റെ ടോട്ടൽ എമൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ മുകളിലാണ് നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കാണേണ്ടത്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ഇതിന് മുകളിൽ ആഡ് ചെയ്യാം. അപ്പോ 55,500 എത്ര ശതമാനം? 4% അല്ലെ, 4%. അപ്പൊ എത്ര? 2,220 വരും. അത് നമുക്ക് കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, അതായത് 55,500 പ്ലസ് 2,220. അതാണ് ആ വ്യക്തി എന്ത് ചെയ്യേണ്ടത്? ഡിഫാൾട്ട് ടാക്സ് റെജീം അനുസരിച്ച് ആ വ്യക്തിക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 57,720. 57,720 ആണ് 115 BAC അല്ലെങ്കിൽ ന്യൂ ടാക്സ് സിസ്റ്റം, അതല്ലെങ്കിൽ ഡിഫാൾട്ട് ടാക്സ് റെജീം. ഈ 3 പേരിലും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാം. ഇതിലേതെങ്കിലും ഒരു പേരായിരിക്കും കാണാം. ഡിഫാൾട്ട് ടാക്സ് റെജീം, 115 BAC അല്ലെങ്കിൽ ന്യൂ ടാക്സ് സിസ്റ്റം. ഇതിൽ ഏത് പേരിൽ ചോദിച്ചാലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് വരുന്ന ടാക്സ് ബേർഡൻ 57,720 ആണ്. ക്ലിയർ? നമ്മോട് ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡ് വെച്ച് ചെയ്യണം എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ ആകെ പറഞ്ഞത് എന്താണ്? മോസ്റ്റ് ഫേവറബിൾ മാനർ, ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തിട്ട് അയാളുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ഗുണകരമായിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രണ്ടും ചെയ്തു നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് ചെയ്തപ്പോൾ അയാൾക്ക് ടാക്സ് ബേർഡൻ വരുന്നത് 57,720 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ, അതായത് നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ചെയ്യുമ്പോൾ എത്ര ടാക്സ് ബേർഡൻ വരുന്നു എന്ന് നോക്കാം. അപ്പോഴാണ് ഏതാണ് അയാൾക്ക് ബെനിഫിറ്റ് ആവുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു 115 BAC എന്നുള്ള ഭാഗം ഓക്കെ ആണോ? ഈ സെയിം പ്രോബ്ലം നമ്മൾ നോർമൽ ടാക്സ് സിസ്റ്റം അനുസരിച്ച് ചെയ്യുമ്പോൾ എന്താണ് മാറ്റം എന്നുള്ളതാണ്. അത് ആ മാറ്റം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇത് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഡിഫാൾട്ട് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? പേര് ഡിഫാൾട്ട് എന്ന് പറയുകയാണെങ്കിലും പേരിൽ അങ്ങനെയാണെങ്കിലും പക്ഷെ അത് പുതിയ നിയമമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ന്യൂ ടാക്സ് സിസ്റ്റം എന്നും പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് 115 BAC എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷെ നമ്മൾ ഇൻകം ടാക്സ് 5 ഹെഡും പഠിച്ചത് എന്ത് പ്രകാരമാണ്? നമ്മുടെ ഓൾഡ് നിയമം അനുസരിച്ചിട്ടാണ്. കാരണം 150 BAC പ്രകാരം ഇന്നത് എടുക്കുന്നില്ല എന്നേ പറയുന്നുള്ളൂ. അപ്പൊ എടുക്കാത്തോണ്ട് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോ ഈ ഭാഗം നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ 5 ഹെഡിലും പഠിച്ചിട്ടുള്ള അതേ കാര്യമാണ്. അവിടെ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണം. എടുക്കാത്തത് ഏത്, എടുക്കുന്നത് ഏത്, നമ്മൾ ആ ചാപ്റ്റർ 5 ഹെഡിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ അപ്ലിക്കബിൾ ആണ്. അത് ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പം നോക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ബേസിക് സാലറി ഫസ്റ്റ് തന്നിട്ടുണ്ട്. ബേസിക് സാലറി എത്രയാണ്? 50,000 ആണ്. 50,000 × 12
ഓൾറെഡി ചെയ്തു വെച്ചത് കൊണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിന് വേണ്ടി ചെയ്തു വെച്ചത് കൊണ്ട് ഞാൻ ഇനി ഇവിടെ ഇന്നർ കോളത്തിനകത്ത് അതിന്റെ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല. എത്രയാണ് 50,000 ഇൻറ്റു 12 6 ലാക്ക് ആണ് അല്ലെ. 6 ലാക്ക് എന്ന് എഴുതുക. 50,000 ഇൻറ്റു 12 6 ലാക്ക് അല്ലെ. ജസ്റ്റ് എ മിനിറ്റ്. ദെൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് ഇവിടെ ഫുള്ളി എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് എത്ര എമൗണ്ട് വരുന്നത്? ട്രാൻസ്പോർട്ട് അലവൻസ് ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 15,000 അല്ലേ. 15,000 ഇൻറ്റു 12 ആയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, ഇൻറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,80,000 ആണ്. അത് ഇവിടെ മാറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് അതും ഇവിടെ എഴുതാം. 1,80,000. ക്ലിയർ. ഇനി മാറ്റമുള്ളത് എവിടെയാണ്? HRA ആണ്. 115 BAC അനുസരിച്ചിട്ട് HRA നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ നോർമൽ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് HRAക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വർക്കിംഗ് നോട്ട് എന്ന രീതിയിൽ നമുക്ക് അത് HRAയുടെ ഡിഡക്ഷൻസ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഞാനവിടെ സ്ക്രീനിൽ മുകളിൽ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ അത് വർക്കിംഗ് നോട്ടായിട്ട് നോട്ടിൽ താഴെ എഴുതിയാൽ മതി, താഴത്തെ വശത്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ സ്ക്രീനിൽ മുകളിൽ തന്നെ കാണിക്കുകയാണ്. അപ്പൊ എന്താ നമ്മുടെ നിയമം? ആക്ച്വൽ HRA റിസീവ്ഡ്. ആക്ച്വൽ HRA റിസീവ്ഡിൽ നിന്നും എന്ത് ചെയ്യണം? ലെസ്. HRAയുടെ സെക്ഷൻ ഏതാണ്? HRAയുടെ സെക്ഷൻ 1013A ആണ് കേട്ടോ. അപ്പൊ ആക്ച്വൽ HRA റിസീവ്ഡിൽ നിന്നും ലെസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ്. ലെസ് ലീസ്റ്റിന് എഴുതുന്നുള്ളൂ. ലെസ് ലീസ്റ്റ് താഴെ ഉള്ളിൽ ഏതാണ് ചെറുത് അത് മൈനസ് ചെയ്യാം. ആ ലീസ്റ്റ് ഏതൊക്കെയാണ്? പഠിച്ചിട്ടുണ്ട് അല്ലെ. MAF അല്ലെ. M എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. മാക്സിമം എത്രയാണ്? 15% ഓഫ് സാലറി ആയിരിക്കും ഈ പ്രോബ്ലത്തിൽ. എന്തുകൊണ്ടാണ് 15% ഓഫ് സാലറി ആവുന്നത്? ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ആവാനുള്ള കാരണം ആ വ്യക്തി താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ഈ 4 മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് താമസിക്കുന്നത് എങ്കിൽ സാലറിയുടെ 50% എടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 15% ഓഫ് സാലറി ആണ്. ദെൻ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേസിൽ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് പേ പ്ലസ് DA പാർട്ട് ഓഫ് എ പ്ലസ് കമ്മീഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ബേസിക് പേ പ്ലസ് DA പാർട്ട് ഓഫ് എ പ്ലസ് കമ്മീഷൻ ഒന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ബേസിക് പേ മാത്രമേ ഉള്ളൂ. 6 ലക്ഷം അല്ലെ. അപ്പൊ 6 ലക്ഷത്തിന്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ലക്ഷത്തിന്റെ 50% 3 ലക്ഷം രൂപയാണ്. അപ്പൊ 3 ലക്ഷമാണ് എന്ത് ഇവിടെ മാക്സിമം. ഓക്കെ, ക്ലിയർ. ഇനി ആക്ച്വൽ HRA എത്രയാണ്? ആക്ച്വൽ HRA ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. HRA 20,000 ആണ് ഒരു മാസത്തേക്ക്. അപ്പോൾ ഒരു വർഷത്തേക്ക് 2,40,000 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2,40,000 ഇവിടെ എഴുതാം. 2,40,000 2,40,000. ക്ലിയർ. ദെൻ അതുപോലെ തന്നെ അതേ 2,40,000 ഇന്നർ കോളത്തിനകത്തും എഴുതാം. 2,40,000 കാരണം അത് നമ്മൾ കമ്പയർ ചെയ്യാൻ എടുക്കണമല്ലോ. 2,40,000. ഇനി ഫോർമുല എന്തായിരുന്നു? റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണ്. ഓക്കെ, സാലറി 6 ലക്ഷമാണ്. ദെൻ റെന്റ് പെയ്ഡ് എത്രയാന്ന് നോക്കണം. റെന്റ് പെയ്ഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ റെന്റ് പെയ്ഡ് പറയുന്നത് ഹി പെയ്ഡ് റെന്റ് ഓഫ് 25,000 പെർ മന്ത് ഫോർ ആൻ അക്കോമഡേഷൻ ഇൻ ഡൽഹി. ഡൽഹിയിലെ താമസത്തിന് വേണ്ടി ഒരു മാസം അയാൾ 25,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ റെന്റ് പെയ്ഡ് എത്രയാണ്? 25,000 ഇൻറ്റു 12. 25,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്ര വരും? 3 ലക്ഷം വരും അല്ലെ. അപ്പോ 25,000 ഇൻറ്റു 12 3 ലക്ഷമാണ്. ഞാൻ ആ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താൽ മതി. ഞാനിവിടെ എമൗണ്ട് എഴുതുന്നുള്ളൂ കേട്ടോ. 3 ലാക്ക്. 25,000 ഇൻറ്റു 12 3 ലാക്ക് ആണ്. 3 ലാക്ക് എങ്ങനെ വന്നു എന്ന് ഡൗട്ട് അടിക്കരുത്. 25,000 ഇൻറ്റു 12 ആണ്. ഓക്കെ, 3 ലാക്ക് മൈനസ് എന്ത് ചെയ്യണം? 10% സാലറി എത്രയാണ്? സാലറി 6 ലാക്ക് ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 60,000 ആണ്. ഓക്കെ, ഇനി 60,000 എങ്ങനെ വന്ന് ഡൗട്ട് അടിക്കരുത്. അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് ഫുള്ളാക്കി എഴുതുക. അപ്പോൾ ഫോർമുലയിൽ നിന്നും 3 ലക്ഷത്തിൽ നിന്നും 60,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവാം? 2,40,000
40,000 തന്നെ അല്ലെ അവിടെ ആൻസർ വരിക. 2,40,000. ക്ലിയർ. അപ്പൊ ഈ കൂട്ടത്തില് ലീസ്റ്റ് ഏതാണ്, ഈ മൂന്നെണ്ണത്തിൽ ചെറുത് ഏതാണോ അതാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ചെറുത് ഏതാ? 2,00,000 അല്ലെ, രണ്ടെണ്ണം സെയിം ആണ്, ഒന്ന് 3 ലക്ഷമാണ്. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ചെറുത് 2,40,000 ആണ്. ഓക്കെ, അപ്പൊ 2,40,000 ആണ് നമുക്കിവിടെ ലെസ് ചെയ്യാൻ പറ്റുക. 2,40,000 നിന്നും 2,40,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ HRA എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലെ, ടാക്സ് ചെയ്യാൻ HRA ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ. അപ്പൊ നമുക്ക് ഇവിടെ ടാക്സബിൾ HRA വരുന്നുണ്ടോ? ടാക്സബിൾ HRA ഇവിടെ ഇല്ല, നില്ലാണ്. ക്ലിയർ. അപ്പൊ ഇതുപോലെ നമ്മൾ ഔട്ടർ കോളത്തിൽ അല്ലെങ്കിൽ എന്താണ് ഒരു വർക്കിംഗ് നോട്ടായിട്ട് ചെയ്തതിനു ശേഷം ടേബിളിനകത്തേക്ക് വരിക. ഓക്കെ, ഇത് എഴുതുന്നു HRA റിസീവ്ഡ്. ഇന്നർ കോളത്തിൽ എഴുതുക HRA റിസീവ്ഡ് എത്രയാണ്? 2,40,000, 2,40,000 ആണ്. അതിൽ നിന്നും ലെസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് അണ്ടർ സെക്ഷൻ 10(13)(a). സെക്ഷൻ 10 സബ്സെക്ഷൻ 13(a) അനുസരിച്ചിട്ട് ചെറുത് മൈനസ് ചെയ്യുക. ആ ചെറുത് ഏതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? ഈ മൂന്നെണ്ണത്തിൽ ചെറുത് 2,40,000 ആണ്. അപ്പോൾ 2,40,000 എന്ത് ചെയ്യുന്നു, നമ്മൾ മൈനസ് ചെയ്യുന്നു. മൈനസ് 2,40,000. ഓക്കെ, നമ്മൾ ഔട്ടർ കോളത്തിൽ അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നില്ല് നിട്ടാൽ മതി. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക സാലറിയിലേക്ക്? ഔട്ടർ കോളത്തേക്ക് എന്താണ്? നിൽ അല്ലെ, ടാക്സ് ഒന്നും ചെയ്യുന്നില്ല, നിൽ. ക്ലിയർ. അങ്ങനെ വരുമ്പോൾ ഇനി ഗ്രോസ് സാലറി എത്രയാണ്? അങ്ങനെ വരുമ്പോൾ ഗ്രോസ് സാലറി എത്രയാണ്? ഗ്രോസ് സാലറി എത്രയാണ് നോക്കാം. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറിയും അല്ലെങ്കിൽ ബേസിക് പേയും പിന്നെ എന്തും കൂടി ചേർന്നതാണ്, ട്രാൻസ്പോർട്ട് അലവൻസും കൂടി ഉള്ളൂ അല്ലെ, 2 ഐറ്റമല്ലേ ഉള്ളൂ. അപ്പൊ 7,80,000 ആണ് ഇവിടെ എന്ത് വരുന്നത്, ഗ്രോസ് സാലറി വരുന്നത് 7,80,000. ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 115 BAC അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി വന്നത് 9,70,000 ആണ്. 115 BAC അനുസരിച്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു എമൗണ്ട് വരാനുള്ള കാരണം? സോറി, 9 ലക്ഷത്തി അല്ല, 10,20,000 ആണ്. എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു എമൗണ്ട് വരാനുള്ള കാരണം? അവിടെ HRA ടാക്സബിൾ ആയിട്ട് വന്നു. ക്ലിയർ. അവിടെ HRAക്ക് എന്ത് കിട്ടുന്നില്ല, എക്സംഷൻ കിട്ടുന്നില്ല. കാരണം എന്താണ്? 115 BAC അനുസരിച്ചിട്ട് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട് HRA എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ നോർമൽ പ്രൊവിഷൻസ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ട്, നമുക്ക് HRAക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ HRAയുടെ എക്സംഷൻ നമ്മൾ ക്ലെയിം ചെയ്തത് കൊണ്ടാണ് അവിടെ ഗ്രോസ് സാലറി കൂടി, ക്ലെയിം ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഗ്രോസ് സാലറി കൂടിയത്, ഇവിടെ കുറഞ്ഞത് ക്ലെയിം ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് HRAയുടെ എക്സംഷൻ ക്ലെയിം ചെയ്യാം, 115 BAC അനുസരിച്ചിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അത് മൈനസ് ചെയ്യുന്നത്. അതല്ല പ്രൊഫഷണൽ ടാക്സ്, എന്റർടൈൻമെന്റ് അലവൻസ്, ഇത് രണ്ടും ഉണ്ട് എങ്കിൽ നമുക്ക് മൊത്തത്തിൽ 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം, നോർമൽ പ്രൊവിഷൻ ആണെങ്കിൽ. പക്ഷെ 115 BAC ആണെങ്കിലോ ആ 3 എണ്ണം മൈനസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഏത് മാത്രം മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ 115 BACയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരിക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത് 50,000 രൂപയാണ്. എങ്ങനെയാണ് 50,000 രൂപ വരുന്നത്? നമ്മുടെ നിയമം എന്താണ്? ഗ്രോസ് സാലറി ഓർ 15,000 വിച്ച് എവർ ഈസ് ലോവർ ആണ്. അപ്പൊ ഇവിടെ ഗ്രോസ് സാലറി 7,80,000 ദെൻ 50,000, അതിൽ ചെറുതെന്ന് പറയുമ്പോൾ 50,000 ആണ്. സോ നമ്മൾ 50,000 എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, 15,000. ഓക്കെ, കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 7,80,000 മൈനസ് 50,000. അപ്പോൾ 7,30,000 ആണ് എന്ത്, നമ്മുടെ ഇൻകം ഫ്രം സാലറി വരുന്നത്. 7,30,000. ക്ലിയർ. 7,30,000 നോർമൽ പ്രൊവിഷൻ അനുസരിച്ചിട്ട് 7,30,000 ആണ് വരുന്നത്. ക്ലിയർ. നമ്മുടെ ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞ കേസിൽ എന്താ പറഞ്ഞത്? കഴിഞ്ഞ കേസിൽ 115 BAC അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ് എങ്കിൽ നമുക്ക്
ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 115 BAC നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. പക്ഷെ സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ 115 BAC എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമുക്ക് മൈനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് നമുക്ക് ആ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടെ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് അവിടെ ക്ലെയിം ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നില്ലായിരുന്നു. എന്നാൽ നോർമൽ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ മൈനസ് ചെയ്യാം. ക്ലിയർ? അപ്പൊ നോക്കുന്ന സമയത്ത് ഇതൊരു സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടി ആണ്. സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിന് ആനുവൽ വാല്യൂ എന്താവില്ല, 0 ആയിരിക്കും അല്ലെ. നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അതായത് നമ്മൾ നമ്മുടെ താമസത്തിന് ഉപയോഗിക്കുന്ന വീടിന്റെ ആനുവൽ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് അത് നില്ലാണ്. ഓക്കെ, ആനുവൽ വാല്യൂ നില്ലാണ്. പിന്നെ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നമ്മുടെ നിയമം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ട് 1/4/1999 മുമ്പ് അല്ലെ ആണെങ്കിൽ 30,000 രൂപ, അതിനുശേഷമാണെങ്കിൽ 2,00,000 രൂപ, അങ്ങനെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ നിയമം അനുസരിച്ചിട്ട് ഇവിടെ ഈ വ്യക്തി ലോൺ എടുത്തിട്ടുള്ളത് 2024 ആ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം ആ ലോൺ അയാള് അല്ലെങ്കിൽ ആ വീടിന്റെ കംപ്ലീഷൻ 2024 തീർന്നു. ഓക്കെ, 2,10,000 അയാൾക്ക് എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഈ 2,10,000 അയാൾക്ക് മൈനസ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താണ്, ഒരു അപ്പർ ലിമിറ്റ് പറയുന്നുണ്ട് ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. ആ സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട നിയമം ഒന്ന് മറച്ചു നോക്കുക ഓർമ്മയില്ലാത്തവർ. അതിനകത്ത് പറയുന്നുണ്ട് എന്ത്, ഒരു അപ്പർ ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തു, ആ കൺസ്ട്രക്ഷൻ 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്രയും ഇൻഫർമേഷൻ ഒന്നും ഇതിനകത്ത് ഇല്ല. എങ്കിൽ പോലും എന്താണ്, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനകത്തുണ്ട്. മാർച്ച് 24 വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 2,10,000 ഇൻട്രസ്റ്റ്. പക്ഷേ നമുക്ക് എത്ര വരെ മൈനസ് ചെയ്യാം, 2 lakh വരെ മൈനസ് ചെയ്യാം നമ്മുടെ നിയമം അനുസരിച്ചിട്ട്. കാരണം നമ്മുടെ നിയമത്തിൽ പറയുന്നത് അതാണ്, ഒരു സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ നമുക്ക് 1/4/1999 ശേഷം എടുത്തിട്ടുള്ള ലോൺ ആണ് എങ്കിൽ, ആ ലോൺ എടുക്കുന്നത് വീടിന്റെ കൺസ്ട്രക്ഷനോ പർച്ചേസിനോ വേണ്ടിയിട്ടോ ആണെങ്കിൽ, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പോയാൽ എന്താണ്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റും കറണ്ട് ഇയർ ഇൻട്രസ്റ്റും രണ്ടും കൂടി കൂട്ടി 2,00,000 രൂപ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം എന്ന് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2,10,000 വന്നു. അപ്പോൾ എന്ത്, 2,10,000 മൈനസ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. എത്ര പറ്റുള്ളൂ, 2,00,000 പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിൽ 2,10,000 പകരം 1,90,000 തരുന്നതെങ്കിലോ, നമുക്ക് 1,90,000 മൈനസ് ചെയ്യാം, കാരണം ആ 2,00,000 താഴെ ആയതുകൊണ്ട്. ക്ലിയർ? പക്ഷെ ഇവിടെ നമുക്ക് എത്ര തന്നെ മൈനസ് ചെയ്യാം, 2 lakh തന്നെ എടുക്കാം. അപ്പൊ ആ 2 lakh നെഗറ്റീവ് ഫിഗർ ആണ്. കാരണം എന്താണ്, നമുക്ക് ആനുവൽ വാല്യൂ 0 ആണല്ലോ. അപ്പൊ ഒരു 0യിൽ നിന്നും എന്താണ് 2 lakh മൈനസ് ചെയ്യുന്ന പറയുമ്പോൾ ഇതാണ്, ഇവിടെ 0 ആണ്, നില്ലാണ് അല്ലെ. ഇന്നർ കോളത്തിൽ എഴുതാട്ടോ, നില്ല്, സോറി. ദെൻ അതിൽ നിന്ന് നമുക്ക് 2 lakh മൈനസ് ചെയ്യുന്നു. അതിനർത്ഥം എന്താണ്, 0യിൽ നിന്ന് 2 lakh മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 2 lakh ആണ് എന്ത്, നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്, മൈനസ് 2 lakh. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്കറിയാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ ലോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ഹെഡിൽ, ആ സെയിം ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ ഇൻകം ഇല്ല എങ്കിൽ മറ്റൊരു ഹെഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിലല്ല, ആ ഒരു ഏരിയ പറഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവരത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാലറി ഇൻകത്തിൽ നിന്നും, സാലറി ഇൻകം എത്രയുണ്ട്, 7,30,000 രൂപയുണ്ട്. അതിൽ നിന്നും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ആ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാലറിയിൽ 7,30,000, അതിൽ ഈ 2,00,000 അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് എത്രയാണ്, 5,30,000 രൂപയാണ്. 5,30,000 ആണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത്. ക്ലിയർ? 5,30,000. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. 5,30,000 എങ്ങനെ കിട്ടിയെന്നുള്ളത്.
നിയമങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ ഒരു നിയമം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നും കൂടി എടുത്തു വെച്ച് പഠിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെ ഇനി എന്താക്കി മാറ്റണം? നമുക്ക് ടോട്ടൽ ഇൻകം ആക്കി മാറ്റണം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെ ടോട്ടൽ ഇൻകം ആക്കി മാറ്റണമെങ്കിൽ ചാപ്റ്റർ 6A അല്ലെങ്കിൽ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് ക്ലെയിം ചെയ്യാം, അല്ലേ? കാരണം നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് അത് ക്ലെയിം ചെയ്യുന്നതിന് യാതൊരു നിയന്ത്രണവും ഇല്ല. ക്ലിയർ? പക്ഷേ 115 VAC അനുസരിച്ച് ചെയ്യുമ്പോൾ അവിടെ നിയന്ത്രണമുണ്ട്. അവിടെ 80CCD സബ്സ്റ്റിറ്റ്യൂഷൻ 2 80JJ AA 80LA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ മൂന്നെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ 80C to 80 വരെയുള്ള എല്ലാം ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിലേക്ക്. ഇതാ കോൺട്രിബ്യൂഷൻ ടു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് 2,50,000, അല്ലെ? നമ്മുടെ സെക്ഷൻ 80C ആണ് അത്. സെക്ഷൻ 80Cയിൽ പറയുന്നത് എന്താണ്? ഓൾ പ്രൊവിഡന്റ് ഫണ്ട് എക്സെപ്റ്റ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ്, URPF എന്ന് പറയും. URPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഒഴികെയുള്ള എല്ലാ പ്രൊവിഡന്റ് ഫണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൻ 80C അനുസരിച്ച് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടും നമുക്ക് PPF ആണ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് അതിന്റെ ഫുള്ള്. അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, 80C എന്ന് പറഞ്ഞിട്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നമുക്ക് എഴുതാം. എത്രയാണ് എമൗണ്ട്? എമൗണ്ട് എത്രയായിരുന്നു? 2,50,000 അല്ലേ? 2,50,000 ആണ് 25,000 ആണ്? 2,50,000. നമുക്ക് 2,50,000 നമുക്ക് 80Cയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നമുക്ക് 80Cയും അതുപോലെ തന്നെ 80CCDയും രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് മാക്സിമം 2 lakh എടുക്കാം. 80C പ്രകാരം ആ നിയമം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 80C, 80CCD, 80 പിന്നെതാണ് 80C, 80CCC, 80CCD. ഓക്കെ, 80C, 80CCC, 80CCD ഈ 3 സെക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം പോയാൽ 1,50,000 രൂപയും അതിൽ 80CCD എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്തെങ്കിലും ഐറ്റം വരികയാണെങ്കിൽ പ്ലസ് 50,000 രൂപയും നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ 2,00,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. 80CCDക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു 50,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെയാണ് ആ നിയമത്തിൽ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 80C അനുസരിച്ച് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ 2,50,000 രൂപ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ 2,50,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൽ 1,50,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം. അതാണ് 80Cയിൽ പറയുന്ന നിയമം. മാക്സിമം 1,50,000. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1,50,000 എടുക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ PPF 2,50,000 അല്ലേ, എന്തുകൊണ്ട് സാറ് പ്രോബ്ലം ചെയ്തപ്പോൾ 1,50,000 എടുത്തു എന്ന് പിന്നീട് നോക്കുമ്പോൾ ഡൗട്ട് വരരുത്. അതിനുള്ള റീസൺ എന്താണ്? റീസൺ 80C, 80CCD, 80CCC അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിഡക്ഷൻ എന്ന് പറഞ്ഞത് 1,50,000 ആണ്. അതിൽ 80CCD എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 50,000 കൂടി ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 80CCDയിൽ ഒരു എമൗണ്ട് ഉണ്ട്, അത് 50,000 ആണ്. ആ 50,000 നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 80Dയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് എന്താണ്? പേയ്മെന്റ് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഫോർ ഫാദർ ഹു ഈസ് ദ ഏജ് ഓഫ് 65. അതായത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഫാദർ, അയാളുടെ അച്ഛന്റെ പേരിൽ എന്തെടുത്തിട്ടുണ്ട്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ട്. അത് പ്രീമിയം വരുന്നത് 55,000 രൂപയാണ്. ഓക്കെ, ഇപ്പൊ 80Dയുടെ കേസിൽ 80D ആണ് അത് വരുന്നത്, അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം സെക്ഷൻ 80D ആണ്, പഠിച്ചതാണ്. ആ കേസിൽ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 ഗ്രൂപ്പ് ആക്കി തിരിക്കാം. പാരന്റ്സിന്റെ ഗ്രൂപ്പും സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും. ഓക്കെ, അതിൽ നമ്മുടെ ഗ്രൂപ്പിന് സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് 25,000 രൂപയും അതുപോലെ തന്നെ പാരന്റ്സിന്റെ ഗ്രൂപ്പിന് സെപ്പറേറ്റ് വേറൊരു 25,000 രൂപയും നമുക്ക് ക്ലെയിം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാള് 60 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആവുകയാണെങ്കിൽ 25,000 എന്നുള്ളത് 50,000 ആയിട്ട് മാറും എന്നും പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? ഓർമ്മയില്ല എങ്കിൽ അത് പഠിക്കണം, ക്ലാസ് പഠിക്കണം. ഓർമ്മ ഉണ്ടാവണം, കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളൂ അതിന്റെ വീഡിയോ തന്നിട്ട്. ഓക്കെ,
അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കേസിൽ ഇവിടെ ഇയാളുടെ അച്ഛന് 65 വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ്, ഒരു സീനിയർ സിറ്റിസൺ ആണ്. അപ്പം പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ എന്താണ് 80D അനുസരിച്ചിട്ട് ഇവിടെ ഇയാൾക്ക് എത്ര ക്ലെയിം ചെയ്യാം? 50,000 രൂപ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ ഇവിടെ ആക്ച്വൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എത്രയാണ്? 55,000 ആണ്. 55,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിൽ 50,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് സെക്ഷൻ 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ് 80D. അതില് ഫാദറിന്റെ കേസിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 50,000 രൂപയാണ്. സോ 50,000 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുക. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? സെൽഫ് ആൻഡ് സ്പൗസ് അല്ലെ? സെൽഫ് സ്പൗസ്, അതായത് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ല, ഫസ്റ്റ് ഗ്രൂപ്പ്. എന്റെ പേരിൽ എടുക്കുന്നത്, എന്റെ ഭാര്യയുടെ പേരിൽ എടുക്കുന്നത്, എന്റെ മകന്റെ പേരിൽ എടുക്കുന്നത്, ആ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഒരു ഗ്രൂപ്പാണ്. അതായത് ചിലപ്പോൾ എന്റെ പേരിലും എന്റെ ഭാര്യയുടെ പേരിലും മകന്റെ പേരിലും എല്ലാവരുടെ പേരിലും എടുക്കുന്നുണ്ടാവും, എങ്കിൽ പോലും മാക്സിമം എത്ര പറ്റുള്ളൂ? 25,000 പറ്റുള്ളൂ. ഓക്കെ, പേരൻസിന്റെ കേസിൽ അച്ഛനും അമ്മയുടെ പേരിൽ ഞാൻ എടുത്തു, അവിടെ മാക്സിമം എത്ര പറ്റുള്ളൂ? 25,000 പറ്റുള്ളൂ. അവരുടെ വയസ്സ് 60 താഴെയാണെങ്കിൽ. അവരുടെ വയസ്സ് 60 മുകളിലാണെങ്കിൽ 50,000 പറ്റും. അതുപോലെ തന്നെ എന്റെ പേരിൽ, എന്റെ ഭാര്യയുടെ പേരിൽ, എന്റെ മകന്റെ പേരിൽ എന്ന് ആ ഗ്രൂപ്പില് എനിക്ക് 60 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടെങ്കിൽ അപ്പോഴും എന്ത് പറ്റും? 50,000 രൂപ പറ്റും. ഓക്കെ, ആ ഗ്രൂപ്പിനും. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്, മകന്റെ പ്രായം പറയുന്നില്ല. അച്ഛൻ 65 വയസ്സാകുമ്പോൾ മകൻ എന്തായാലും അതിൽ താഴെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഗ്രൂപ്പിന് എന്താണ്, സെൽഫ് സ്പൗസ് എന്നുള്ള ആ ഗ്രൂപ്പിന് എത്രയേ കിട്ടുള്ളൂ? മാക്സിമം റിഡക്ഷൻസ് 25,000 കിട്ടുള്ളൂ. ക്ലിയർ? ഇവിടെ 32,000 രൂപ അവര് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ആക്ച്വൽ പേയ്മെന്റ് അത്രയുണ്ട്, പക്ഷെ അത്രയും നമുക്ക് റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിയമം അനുസരിച്ചിട്ട് 25,000 രൂപയെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് ചെയ്യാം, 25,000. അപ്പൊ രണ്ട് ഗ്രൂപ്പിനും കൂടി കൂടിയിട്ട് 80Dയിൽ 75,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ഡിഡക്ഷൻസ് നമുക്ക് ATCT, ATU വരെയുള്ള ഡിഡക്ഷൻസിൽ ATC, ATCCD, ATD 3 ഡിഡക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ആ 3 നമുക്ക് ക്ലെയിം ചെയ്യാം. 3 ക്ലെയിം ചെയ്യുമ്പോൾ ടോട്ടൽ ഡിഡക്ഷൻസ് വരുന്നത് എത്രയാണ്? 1,50,000 പ്ലസ് 50,000 പ്ലസ് 75,000 അല്ലെ? 2,70,75,000 ആവും വരുന്നത്. ഓക്കെ, അപ്പം ഇത് 9,80,000 വന്നു. ഇവിടെ ഒന്ന് തെറ്റിയല്ലോ. രണ്ട് 2,70,75,000. ക്ലിയർ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ ഇൻകം വരുന്നത് എത്രയായിരിക്കും? 5,30,000 നിന്നും നമ്മുടെ ഈ ഡിഡക്ഷൻസ് ആയിട്ടുള്ള 2,70,000 മൈനസ് ചെയ്യാം. അപ്പൊ 5,30,000 മൈനസ് 2,70,5,000. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ ഈ കേസിൽ, അതായത് നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത് എത്രയാണ്? 2,55,000 ആണ്. 2,55,000 ആണ് ഇവിടെ ഈ വ്യക്തിക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. ഓക്കെ, ഏത് നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓൾഡ് റെജീം അനുസരിച്ച്, പഴയ നിയമം അനുസരിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ വ്യക്തി ടാക്സ് ചെയ്യേണ്ടത്, ഈ വ്യക്തിക്ക് ടാക്സബിൾ ആയിട്ട് വരുന്ന ഇൻകം 2,55,000 ആണ്. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി ഈ നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ഈ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നോർമൽ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ് ടു 2,50,000. ആദ്യത്തെ 2.5 ലക്ഷം വരെ ടാക്സ് ചെയ്യണ്ട. 2.5 ലക്ഷം ടു 5 ലക്ഷം വരെ 5%, 5 ലക്ഷം ടു 10 ലക്ഷം വരെ 20%, ദെൻ 10 ലക്ഷത്തിന് മുകളിൽ 30% എന്നാണ് നിയമം. കൂടാതെ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട് എന്താണ്, സെക്ഷൻ 87 87A പറയുന്നുണ്ട് റിബേറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. റിബേറ്റ് എന്താണ്? റിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ടോട്ടൽ ഇൻകം നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് അയാളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ആ വ്യക്തി ഒന്നും ടാക്സ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിക്ക് 12,500 രൂപ വരെ ഇളവുണ്ട് ടാക്സിൽ. ഓക്കെ, ഒരു വ്യക്തി 115BAC അനുസരിച്ചിട്ടാണെങ്കിലോ 7 ലക്ഷം വരെ ടോട്ടൽ ഇൻകം വരികയാണെങ്കിൽ ആ വ്യക്തി ടാക്സ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ വ്യക്തി ടാക്സ് ചെയ്യേണ്ടി വരുമോ?
ഈ വ്യക്തി ഇവിടെ ഒന്നും ടാക്സ് ചെയ്യേണ്ടി വരില്ല. ഏത് പ്രകാരം? നോർമൽ പ്രൊവിഷൻ പ്രകാരം. എന്തുകൊണ്ട്? ഇവിടെ ഈ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണ്. ഓക്കെ, എന്നാലും നമുക്ക് വെറുതെ ഒന്ന് ടാക്സ് ലയബിലിറ്റി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ 2.5 ലക്ഷം വരെ നിൽ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽ എന്ന് എഴുതാം. ദെൻ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? അത് 5,000 രൂപയാണ്. ആ 5,000ന്റെ മുകളിൽ എന്ത് കാണണം? 5% കാണാം. 5,000ന്റെ 5%. 5,000ത്തിന് 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 5,000ന്റെ 5% എത്ര വരുന്നത്? 250 രൂപ അല്ലെ? 250 രൂപ. ക്ലിയർ? 250 രൂപയാണ് ഇവിടെ ടാക്സ് വരുന്നത് ഇയാൾക്ക്. പക്ഷേ 250 രൂപ നമ്മൾ ടാക്സ് ചെയ്യണോ? ടാക്സ് ചെയ്യണ്ട. എന്താണ്? എന്തുകൊണ്ട് ടാക്സ് ചെയ്യണ്ട? ഇവിടെ അയാളുടെ എന്താണ് ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണ്. അതുകൊണ്ട് ലെസ്. 5 ലക്ഷത്തിൽ താഴെ ഇൻകം ഉള്ള വ്യക്തിക്ക് മാക്സിമം 12,500 രൂപ വരെ റിബേറ്റ് കിട്ടും. അതുകൊണ്ട് ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറഞ്ഞിട്ട് 87A എന്ന് പറഞ്ഞിട്ട് എഴുതുക. മാക്സിമം കിട്ടുക 12,500 ആണ്. അതിനർത്ഥം ഇവിടെ 12,500 എഴുതുക എന്നല്ല. ഇവിടെ എത്രയാണോ നമുക്ക് ഉള്ളത് അത് എഴുതിയാൽ മതി. ഇവിടെ എത്രയാണ്? 250. ഓക്കെ, അപ്പോ ടാക്സ് ലയബിലിറ്റി എന്താണ് ഇവിടെ? നിൽ. ഇവിടെ ഈ വ്യക്തി ഒന്നും ടാക്സ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതാണ് ഇയാൾക്ക് ബെനിഫിറ്റ് ആവുന്നത് അത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ നമ്മള് ഇതില് നോക്കി, ഇതിൽ ഇയാൾക്ക് ഏതാ ബെനിഫിറ്റ്? 115 BAC ആണോ അതോ നോർമൽ പ്രൊവിഷൻ ആണോ? 115 BAC അനുസരിച്ചിട്ടാണ് അയാളുടെ ടാക്സ് കാണുന്നത് എങ്കിൽ 57,720 രൂപ അയാൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. ഓക്കെ, എന്നാൽ അയാള് നോർമൽ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ടാക്സ് കാണുന്നത് എങ്കിൽ അയാൾക്ക് ഒന്നും ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക എന്താണ്? മോസ്റ്റ് ഫേവറബിൾ മാനർ. അയാൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള മാനർ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്? നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ടാക്സ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അതൊരു നോട്ടായിട്ട് താഴെ ഒരു കമന്റ് ആയിട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ആൻസർ ആയി. അപ്പൊ ഇതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രങ്ങാനും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടതുണ്ട്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫ്ലോയില് വരും. എങ്ങനെയാ? നിങ്ങൾ എല്ലാ ഹെഡ്സും കൃത്യമായിട്ട് പഠിക്കുക, എല്ലാ പ്രൊവിഷൻസും കൃത്യമായിട്ട് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. 1, 2, 3 പ്രോബ്ലംസും ഇതുപോലത്തെ നിങ്ങൾ എടുത്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഫ്ലോയിൽ ഇങ്ങനെ വന്നോളും. കാരണം ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും ഈ ടൈപ്പ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഐറ്റംസ് തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഐറ്റംസ് ആണ് എല്ലാ പ്രോബ്ലങ്ങൾക്കകത്തും. അപ്പൊ അതുകൊണ്ട് അത് 1, 2 പ്രോബ്ലത്തിൽ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വഴിക്ക് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അത്. അപ്പോൾ ഏതെങ്കിലും നിയമങ്ങൾ മറക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മറച്ചു നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ മാക്സിമം മറച്ചു നോക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കൂ ഈ പ്രോബ്ലം. ബാക്കി നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം കൂടി നമ്മൾ നോക്കുള്ളൂ. ഈ രീതിയിലുള്ള പ്രോബ്ലം അല്ല, പക്ഷെ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലിലെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ അടുത്ത ദിവസം നോക്കും. അതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ അവിടെ വൈൻഡ് അപ്പ് ചെയ്യും. പിന്നെ നമുക്ക് 2 തിയറി ചാപ്റ്റർ ആണ് നമുക്ക് രണ്ട് തിയറി ചാപ്റ്റർ ആണ് നമുക്ക് തീർക്കാനുള്ളത്. അത് തീർത്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീണ്ടും ക്ലാസ് എനിക്ക് അലോട്ട് ചെയ്ത് തരികയാണെങ്കിൽ പിന്നെയും പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ശരി, ബാക്കി അടുത്ത ദിവസം.